ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഇനി വരുന്ന ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആക്ച്വലി KTUവിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസിൻ്റെ സിലബസ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി അത് നമുക്ക് KTU സ്റ്റുഡൻസിനാണെങ്കിലും അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കോണ്ടൻറ്റുകളും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കോണ്ടൻറ്റുകളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ല ഓപ്പണായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലോ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാര്യം ബേസിക്കലി നല്ലൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ 5 മൊഡ്യൂളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾസിൽ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ആക്ച്വലി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ നമ്മൾ ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ അകത്തുള്ള ടോപ്പിക്കുകൾ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്, എക്സാമ്പിൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ പങ്കെടുക്കുന്നവർക്ക് ആക്ച്വലി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് കാര്യങ്ങൾ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ ഒരു ഒന്നാമത്തെ വീഡിയോ അല്ലെങ്കിൽ ആദ്യം തൊട്ട് കണ്ടു തുടങ്ങണം. കാര്യം ഇതിൻ്റെ പകുതിക്ക് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബേസിക്കലി നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടെക്നോളജി ആയിരിക്കും. കാര്യം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ പോലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒന്നാമത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാം. കാര്യം കുറേയധികം കോൺസെപ്റ്റുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് ആക്ച്വലി ഒന്നാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ഓവർവ്യൂ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം നമുക്ക് നോക്കാം. ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഒന്നാമത്തെ മൊഡ്യൂളിൽ ക്രിപ്റ്റോഗ്രഫിയുടെ ഫണ്ടമെൻറ്റ്സ് പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു ക്രിപ്റ്റോഗ്രഫി, അതുപോലെ തന്നെ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫീസ്, പിന്നെ RSA എലിപ്റ്റിക് കർവ് ക്രിപ്റ്റോഗ്രഫി, ഡിജിറ്റൽ സിഗ്നേച്ചർ, RSA ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതംസ്, പിന്നെ ഹാഷ് അൽഗോരിതംസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ദി ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻസ്, പിന്നെ മെർക്ലിക് ട്രീസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഹാഷ് ടേബിൾസ് പോലുള്ള ടോപ്പിക്കിലാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിനി പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ബേസിക്കലി ഓരോരോ ടോപ്പിക്ക് വീതം നമുക്കെടുത്ത് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് നമുക്കൊരു കഥ പറഞ്ഞു പോകുന്ന കൊണ്ട്, അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് കോൺസെപ്റ്റിൽ പറഞ്ഞു പോകാം. KTUവിൻ്റെ സിലബസ് ആണ്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ നേരത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രീതിയിലൊന്നും ആയിരിക്കില്ല പറയുന്നത്. ഓരോ ടോപ്പിക്ക് എടുക്കും ആൻഡ് അതിൻ്റെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ചർച്ചയായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയുന്നത് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഞാൻ അതിനായിട്ടൊരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് ഞാൻ ചെയ്തെടുത്തൊരു പിക്ചറാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇത് എൻ്റെ ഫോണാണെന്ന് വിചാരിക്കുക, ആൻഡ് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഫോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് എൻ്റെ ഫ്രണ്ടിന് അയക്കണം. എങ്ങനെയായിരിക്കും ഞാൻ അയക്കുന്നത്? ഇത് ഈ നീല കളറിൽ കാണുന്നത് ബേസിക്കലി നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് അല്ലേ, എയറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിലൂടെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മൊബൈലിലേക്ക് ഞാൻ അയക്കുന്ന മെസ്സേജ് പോകും. ഓക്കെ, അപ്പം ഞാനൊരു ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ ഈ ഒരു കാണിച്ചിരിക്കുന്നതാണ് മെസ്സേജ്. കാര്യം മെസ്സേജ് പാക്കറ്റായിട്ടായിരിക്കുമല്ലോ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ഹലോ എന്ന രീതിയിൽ തന്നെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നെറ്റ്വർക്കിൽ എല്ലാവരും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ ഹാക്കേഴ്സ് ഉണ്ടായിരിക്കും. ഈ റെഡ് കളറിൽ കാണുന്ന ഹാക്കേഴ്സ് ആയിരിക്കും, പച്ച കളറിൽ കാണുന്നത് യൂസർ ആയിരിക്കും. അപ്പോൾ ഹാക്കേഴ്സ് ഉണ്ടായിരിക്കും, യൂസർ ഉണ്ടാകും. കാര്യം നെറ്റ്വർക്കിലുള്ള ആൾക്കാരെ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹലോ എന്ന് പറയുന്ന മെസ്സേജ് അയക്കാൻ നേരത്ത് ബേസിക്കലി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടിനാണ് അയക്കുന്നത്. അപ്പോൾ ഇത്
ഒരു നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യാൻ നേരത്ത് മേ ബി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹാക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മെസ്സേജ് എടുക്കുകയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ ആ മെസ്സേജ് മനസ്സിലാക്കാനും സാധിക്കുന്നു. ചിലപ്പോൾ ഞാൻ ഹലോ എന്ന് അയച്ചു, മേ ബി ആ ഹാക്കർ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഹാക്കറിന് എന്ത് പറ്റുന്നു, ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. വളരെ ക്രെഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് അയക്കുന്നെങ്കിലോ ഹാക്കറിന് അത് എടുക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും. സോ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലത്തിനെ മറികടക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഹലോ എന്ന് അയക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുന്നു, അതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ വേറൊരു കോഡ് അല്ലെങ്കിൽ ഒരു കോഡഡ് ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ അയക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു കീ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹലോ എന്ന് പറയുന്ന മെസ്സേജിനെ മറ്റൊരു മെസ്സേജ് അല്ലെങ്കിൽ മറ്റൊരു കോഡഡ് ഫോമിലേക്കൊക്കെ അയക്കുമ്പോൾ ഗുണം എന്തോ, ആ ഒരു ഹാക്കറിന് ആക്ച്വലി ആ ഒരു മെസ്സേജ് എടുത്താലും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരു ഹാക്കറിൻ്റെ കയ്യിൽ ഒരു കീ ഇല്ല. പിന്നെ കീ ആരുടെയിലുള്ളത്, ആ കീ ഞാൻ അയക്കുന്ന, ഇപ്പോൾ അഭിലാഷനാണ് അയക്കുന്നതെങ്കിൽ അവിടേക്ക് അല്ലെങ്കിൽ അഭിലാഷിൻ്റെ കയ്യിലായിരിക്കും ആ ഒരു കീ ഉള്ളത്. സോ ആ ഒരു അഭിലാഷിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കീ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡീകോഡ് ചെയ്ത് ഹലോ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മെസ്സേജിനെ ഒരു കോഡഡ് ഫോമിലേക്ക് ആക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ അഭിലാഷ് എന്ത് ചെയ്യുന്നു, ആ ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് കോഡഡിനെ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിൽ അതിനൊരു ഹലോ പ്രോപ്പർ മെസ്സേജിലേക്ക് മാറ്റുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിനെ പറയുന്നതാണ് ബേസിക്കലി എന്തെന്ന്, ഡീക്രിപ്ഷൻ എന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ അതുപോലെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ടേംസാണ് എന്താണ് എൻക്രിപ്ഷൻ, എന്താണ് ഡീക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള വളരെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ നോക്കുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കീ ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു മെസ്സേജ് ഡീകോഡ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രക്രിയ വഴിയിട്ടാണ് നമ്മൾ നമ്മുടെ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്ന ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് ഓൺവേർഡ്സിൽ തന്നെ എഴുതാം, യാതൊരു പ്രശ്നവുമില്ല. കണ്ടോ, സെൻഡർ എന്ത് ചെയ്യുന്നു, ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറ്റൊരു ഫോമിലേക്ക് ആക്കിയിട്ടായിരിക്കും ഒരു ചാനൽ വഴി പാസ് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുന്നു, അതേ കീ ഉപയോഗിച്ചുകൊണ്ട് റിസീവർ എന്ത് ചെയ്യുന്നു, അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറയുന്നത് ബേസിക്കലി ക്രിപ്റ്റോഗ്രഫിയിലുള്ള കുറേയധികം പ്രോപ്പർട്ടീസാണ് അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ നേരത്ത് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി എന്തിനത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, അതുകൊണ്ടുള്ള സർവീസസ് എന്താണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്താ പറയുന്നത്, ഇറ്റ്സ് അഷ്വറൻസ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഓൺലി അവൈലബിൾ ടു ദ ഓതറൈസ്ഡ് എൻറ്റിറ്റീസ്. അതായത് ഉറപ്പ് വരുത്തുന്നു, എന്തുറപ്പ് വരുത്തുന്നു, അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് എന്ന് പറയുന്ന സെൻഡറും റിസീവറും അവർക്ക് മാത്രമേ ലഭ്യമാകുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു. ഇൻറ്റഗ്രിറ്റി, അതായത് എന്താണ്, ആ ഒരു ഓതറൈസ്ഡ് എൻറ്റിറ്റീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മെസ്സേജിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തുന്നു. കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കീസൊക്കെ യൂസ് ചെയ്യുന്നത്, കാര്യം മറ്റാരും എടുത്ത് മോഡിഫൈ ചെയ്യാതിരിക്കാനായിട്ട്. ആൻഡ് മൂന്നാമത്തെ പോയിൻ്റാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒതൻറ്റിക്കേഷനിൽ പറയുന്നത് അഷ്വറൻസ് അബൌട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് ആൻ എൻറ്റിറ്റി. അതായത് ഒരു ജെനുവിൻ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ എൻറ്റിറ്റിയുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു മെസ്സേജ് വരുന്നതും പോകുന്നതും എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉറപ്പ് വരുത്തുന്നത്, ബേസിക്കലി അതിന് 2 ഒതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മെക്കാനിസംസ് ആണ് ആക്ച്വലി എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ നിങ്ങളെല്ലാവരും ഇത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും വന്ന വഴികളിലൂടെ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ്
ഒന്നുമില്ല. നമ്മളെന്താണ് ഒരു കറൻ്റ്ലി അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സെഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ കറൻ്റ്ലി ആക്റ്റീവ് ആണെന്ന് അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളതിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തുന്നു അല്ലേ. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉള്ളപ്പോൾ ആ ഒരു കാര്യം ആർക്കും ഇല്ല. ഓരോ വ്യക്തികൾക്കും ഓരോ യൂസർ നെയിമും പാസ്വേഡ് ആയിരിക്കും. സോ ആ ഓരോ വ്യക്തികൾക്കും ഒരു യൂസർ നെയിമും പാസ്വേഡും ഉള്ളത് കൊണ്ട് തന്നെ അവരാണെന്ന് ഉറപ്പ് വരുത്തുന്നു. പക്ഷേ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. കാര്യം പാസ്വേഡ് നമുക്ക് ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കുഴപ്പങ്ങൾ വരാൻ തുടങ്ങി. സോ ആ ഒരു കേസസ് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് ബേസിക്കലി എന്ത് ചെയ്തത്, മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ പോലുള്ള ടെക്നോളജീസ് വരികയും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. റൈറ്റ്. അപ്പോൾ അടുത്ത മെക്കാനിസമാണ് ആക്ച്വലി ഡേറ്റ ഒറിജിൻ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന മെക്കാനിസം. അപ്പോൾ ഈ ഒരു മെക്കാനിസം എന്താ അഷ്യൂർ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി ആ ഒരു ഇൻഫർമേഷൻ്റെ സോഴ്സിനെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു തരത്തിൽ നമുക്ക് ആ ഒരു ഒതൻറ്റിസിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു മെക്കാനിസം എന്താ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു മെസ്സേജിൻ്റെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് ടാമ്പേർഡ് അല്ല എന്ന രീതിയിൽ ആരും അത് ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇങ്ങനെയുള്ള രണ്ട് മെക്കാനിസംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറേയധികം മെക്കാനിസംസ് ഉണ്ട്. അതായത് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറും പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാക് എന്ന് പറയുന്ന രീതി പറയുകയാണെങ്കിൽ നമ്മുടെ സെൻഡറിൻ്റെ സൈഡിൽ ആ ഒരു ഡേറ്റയും അതുപോലെ തന്നെ ഒരു കീയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വേറൊരു തരത്തിലുള്ള ഒരു പീസ് ഓഫ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ മാക് എന്ന് പറയും. സോ റിസീവർ ലെൻഡിൽ ഈ ഒരു മാക് എന്ത് ചെയ്യും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റ് മാക്ക് തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു മെസ്സേജ് ടാമ്പേർഡ് അല്ല, അത് സെക്യൂർ ആയിട്ടുള്ള വളരെ പ്രോപ്പറായിട്ട് ഒതൻറ്റിസിറ്റി ഉള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബേസിക്കലി ഇതെന്താ സംഭവിക്കണമെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ബ്ലോക്ക് ചെയിനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതിന് എവിഡൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഒരിക്കലും ആർഗ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇവിടെ അതാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു കാര്യം അഷ്യൂർ ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് ആൻ എൻറ്റിറ്റി കനോട്ട് ഡിനൈ എ പ്രീവിയസ്ലി കമ്മിറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കത് ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തതെന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി അഷ്യൂർ ചെയ്യണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ ട്രേസ് ബാക്ക് ചെയ്യാനും അതിൻ്റെ പ്രോപ്പർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനും അതിനെ റിസോൾവ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് ബേസിക്കലി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ അഷ്യൂർ ദാറ്റ് ദ ആക്ഷൻ അഫക്റ്റിംഗ് ദ സെക്യൂരിറ്റി ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു റെസ്പോൺസിബിൾ പാർട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആരെങ്കിലും എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ട്രേസ് ബാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം കൂടി ഈ ഒരു നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി അക്കൗണ്ടബിലിറ്റിയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്ന സർവീസ് ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റിൽ ചോദിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ത്രോം അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.